അരാജക ജീവിതം ഉപേക്ഷിച്ച് 39-ാം വയസ്സിൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ഒരാളുടെ കഥ. സച്ചിനും ജയസൂര്യയും കഴിഞ്ഞാൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും നീളമേറിയ ഏകദിന കരിയർ സ്പാൻ അയാളുടേതായിരുന്നു. 2004 മുതൽ 2025 വരെ അയാൾ ക്രിക്കറ്റിന്റെ ക്രീസിലുണ്ടായിരുന്നു. എന്നാൽ ഇടയിലെപ്പോഴോ പണവും പ്രശസ്തിയും ലഹരിയും നൽകിയ മായിക ലോകത്തിൽ അയാൾ കുടുങ്ങിപ്പോയി. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, സിംബാബ്വേയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്ന ബ്രണ്ടൻ ടെയ്ലറിനെ കുറിച്ചാണ്. പ്രതിഭയുടെ പ്രകാശത്തിൽ അരാജക ജീവിതത്തിന്റെ ഓരം ചേർന്ന് ഭാവി തുളച്ചൊരാൾ എന്നെഴുതിത്തള്ളാൻ ശ്രമിച്ചവർക്ക് മുന്നിലൂടെ 39-ാം വയസ്സിൽ അയാൾ ക്രിക്കറ്റിലേക്ക് വർദ്ധിത വീര്യത്തോടെ തിരിച്ചെത്തി. മദ്യവും മയക്കുമരുന്നും ബുക്കികൾ ഒരുക്കിയ കെണിയുമൊക്കെ പൂർവാശ്രമത്തിൽ തനിക്ക് സംഭവിച്ചുപോയ കൈപ്പിഴകളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അയാൾ 2025-ൽ സിംബാബ്വെ ടീമിൽ തിരിച്ചെത്തി. 2004-ൽ ശ്രീലങ്കയ്ക്കെതിരെ തുടങ്ങി 2025-ൽ ശ്രീലങ്കയ്ക്കെതിരെ അവസാനിപ്പിച്ച കരിയറിൽ അയാൾ നേടിയ നേട്ടങ്ങളൊക്കെ മദ്യത്തിന്റെ മണമുള്ള രാവുകൾ മുക്കിക്കളഞ്ഞ ഹൃദയവേദനയിലാണ് അയാൾ. 36 ടെസ്റ്റിലും 207 ഏകദിനത്തിലും 58 T20യിലും സിംബാബ്വെക്കായി കുപ്പായമണിഞ്ഞ ബ്രണ്ടൻ ടെയ്ലറുടെ കരിയർ ഗ്രാഫ് കയറ്റിറക്കങ്ങളുടെ കഥകളാൽ സമ്പന്നമായിരുന്നു. പറ്റിപ്പോയ പാളിച്ചകളിൽ നിന്നും പാഠം പഠിച്ചെന്ന് പറയുന്ന സിംബാബ്വെ ക്രിക്കറ്റർ ബ്രണ്ടൻ ടെയ്ലർ വെറും തലമുറയിലെ കളിക്കാർക്കൊരു പാഠപുസ്തകമാണ്.